മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം സങ്കീർത്തനം 142:4, ദ ബുക്ക് ഓഫ് സാംസ് ചാപ്റ്റർ 142:4. വലത്തുവശത്തേക്ക് നോക്കി ഞാൻ കാത്തിരിക്കുന്നു, എന്നാൽ ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല. ഒരു രക്ഷാകേന്ദ്രവും എനിക്ക് അവശേഷിക്കുന്നില്ല, ആരും എന്നെ പരിഗണിക്കുന്നുമില്ല. ചില കാലങ്ങളിൽ പലവിധ കാരണങ്ങളാൽ നാം ഒറ്റപ്പെട്ട് നിരാശരായി തീരാറുണ്ട്. ചുറ്റുപാടുകൾ ഒരു വിധത്തിലും അനുകൂലമല്ലാതാകും. മുൻകാലങ്ങളിൽ പരിചയവും സ്നേഹവും ഉണ്ടായിരുന്നവർ അപരിചിതരെ പോലെ പെരുമാറും. ആശ്രയിക്കാവുന്ന യാതൊരു സ്ഥാനവും ഇല്ലാത്തതുപോലെ തോന്നിക്കും. നാം ജീവിച്ചാലും മരിച്ചാലും ആർക്കും ഏതുമില്ല എന്ന് തോന്നിപ്പോകും. ഈ അനുഭവം മറ്റാർക്കുമില്ല എന്നും തോന്നിപ്പോകും. അപ്പോൾ നമ്മൾ നിരാശവാന്മാരായിത്തീരും. പക്ഷേ ഒരിക്കലും അതിനാവശ്യമില്ല. ദാവീദ് ഇതുപോലെ നിരാശാഗർത്തത്തിൽ വീഴാവുന്ന സാഹചര്യത്തിൽ പിടിപെട്ടിട്ടുണ്ട്. നമ്മുടെ ധ്യാനവാക്യത്തിൽ അതുപോലെയുള്ള ഒരു അനുഭവമാണ് വിവരിച്ചിരിക്കുന്നത്. ഈ സങ്കീർത്തനത്തിന്റെ അവസാന വാക്യത്തിൽ ദാവീദ് വീണ്ടും പ്രത്യാശയുള്ളവനായി തീരുന്നു. നീ എന്നോട് ഉപകാരം ചെയ്തിരിക്കാൽ നീതിമാന്മാർ എന്റെ ചുറ്റും വന്നു കൂടും എന്ന് പറയുന്നു. ആദ്യം പലരും പിരിഞ്ഞുപോയി, ഇപ്പോ പുതിയൊരു സമൂഹം തന്നെ ചുറ്റുമുണ്ട്. ദാവീദ് ഒരു കാലത്ത് ജെറുസലേമിൽ നിന്ന് ഓടിപ്പോയി കാടുകളിൽ അലഞ്ഞു. അക്കാലത്ത് സഹായത്തിന് ആരുമില്ലായിരുന്നു. എന്നാൽ വീണ്ടും രാജാധികാരം ലഭിച്ചു. അപ്പോൾ സ്നേഹിതരുണ്ടായി. പിതാവിനോടുകൂടി സുഖമായി ജീവിച്ച ജോസഫിനെ അടിമയായി ഈജിപ്തിലേക്ക് വിറ്റപ്പോൾ താൻ ഒറ്റപ്പെട്ടു പോയി. ദൈവം ജോസഫിനെ സഹായിച്ചുയർത്തിയപ്പോൾ സഹോദരന്മാരും ബന്ധുക്കളും ചുറ്റും വന്നുകൂടി. ദൈവം സഹായമുള്ളവനെ ഒറ്റപ്പെടുത്തുവാൻ ആർക്കും സാധിക്കില്ല. ആരും കരുതാനില്ലാത്തവരെ ദൈവം കരുതും. നമ്മൾ വിഷമത്തിന്റെ നിമിഷങ്ങളിൽ ദൈവത്തിലേക്ക് തിരിഞ്ഞ് ദൈവത്തെ വിളിക്കുമ്പോൾ ദൈവം എന്നെ കരുതുന്നുണ്ട്, ദൈവം എനിക്ക് വേണ്ടി പദ്ധതി ഒരുക്കിയിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കണം. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.